ഈ ഉണക്ക ചെമ്മീനൊന്ന് ചൂടാക്കി വറുത്തെടുക്കുന്നു. അങ്ങനെ ചെമ്മീനും ചമ്മന്തി അരിക്കാൻ വേണ്ടിയിട്ട് ഈ ഉണക്കച്ചെമ്മീൻ്റെ തല പറിച്ചു കളഞ്ഞിട്ട് ഒരു ഫ്രൈ പാനിനകത്തിട്ട് ചൂടാക്കുന്നു. അടുപ്പത്ത് വെച്ചിട്ട് ഉണക്കച്ചെമ്മീൻ വറുത്ത് കളർ മാറി തുടങ്ങി ചൂടാക്കി. ഇനി ചൂടാറിക്കഴിഞ്ഞിട്ട് മാങ്ങ ചേർത്ത് ചമ്മന്തി അരിക്കും. ചൂടാറാനായിട്ട് വെക്കണം. തീ കെടുത്തി ചെമ്മീൻ്റെ കൂടെ മാങ്ങ, കുറച്ചുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് പെപ്പർ, കുറച്ച് റെഡ് ചില്ലി പൗഡർ, ഉപ്പ് ഇതൊക്കെ ഇട്ട് ചമ്മന്തി അരക്കാം. തേങ്ങ ചിരണ്ടി എടുക്കാം. ചമ്മന്തിക്കുള്ള മാങ്ങ, ഉള്ളി ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. ചേർത്ത് കുറച്ചും കൂടി ചുണി ചേർക്കാം. ഇനി മുളക് പൊടി ഒരു സ്പൂൺ ഇട്ടു, നല്ല എരിവുള്ളതാണ്. കുറച്ച് കുരുമുളക് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് കറക്കിയെടുക്കുക. മീൻ വറുത്തത് ചൂടാറിയിട്ടുണ്ട്. അങ്ങ് ഒന്ന് മിക്സിയിൽ കറക്കി ഒന്നും കൂടെ കറക്കിയിട്ട് ഇതിലേക്ക് ചെമ്മീനും തേങ്ങയിടാം. മാങ്ങ ഒന്ന് കറക്കിയെടുത്തു. ഉണക്ക ചെമ്മീൻ വറുത്തതിടുന്നു. അതിനുശേഷം തേങ്ങ ഇട്ട് മിക്സിയിൽ അരയ്ക്കാം. തേങ്ങയും ചെമ്മീനും ഇട്ട് വീണ്ടും മിക്സിയിൽ ചമ്മന്തിയാക്കുന്നു. ഇളക്കിയിട്ടു. ചമ്മന്തി ആയിട്ടുണ്ട്. ഉപ്പുണ്ടോ നോക്കിയിട്ട് പോരെങ്കിൽ കുറച്ചുകൂടി ഇട്ടിട്ട് മിക്സ് അരച്ചു കഴിഞ്ഞു ഇത് പാത്രത്തിലേക്ക് വാർത്താം. ചെമ്മീനും മാങ്ങയുടെ ചമ്മന്തി അരച്ച് റെഡി. കഞ്ഞിക്ക് കൂട്ടാനുള്ള ചമ്മന്തി റെഡി. ഡ്രൈ prawn and mango chutney with the coconut, chili powder, salt, pepper, etc. Ginger, small piece. Chutney ready. മീൻ ക്ലീൻ ചെയ്ത് ഉപ്പും മുളക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് തിരുമ്മി വെച്ചിരുന്നു. ഇത് റോസ്റ്റ് ചെയ്യാനായിട്ട് സവോള, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, 2 തക്കാളി ഇതൊക്കെ ഉപയോഗിച്ച് വഴറ്റി റോസ്റ്റ് ചെയ്യാം. റോസ്റ്റാക്കാനായിട്ട് തക്കാളി, സവോള, വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് തേങ്ങാക്കൊത്ത്, കറിവേപ്പില ഇതൊക്കെ എടുത്ത് റെഡിയാക്കുന്നു. ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ കടുക് വറുത്ത് എണ്ണ ഒഴിച്ച് ഇതിലേക്ക് ഇതെല്ലാം ഇടും. തേങ്ങാക്കൊത്ത്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ബിഗുളിയും ഇതൊക്കെ ഇട്ട് വഴറ്റുന്നു. പ്രോൺ റോസ്റ്റിനുള്ള ഉള്ളിയും ജിഞ്ചർ ഇതൊക്കെ ഫ്രൈ. ആവശ്യത്തിന് ഉപ്പിടുന്നു. ഈ ടൊമാറ്റോ ഇട്ട് ഒപ്പിക്കണം. കുക്കിംഗ് ടൊമാറ്റോ along with this ingredients.
തക്കാളി ഇട്ട് ഇനി കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കുന്നു. തക്കാളി ടൊമാറ്റോ ഒക്കെ വെന്ത് ഇട്ട് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഇടാം. ടർമറിക്, പെപ്പർ എല്ലാം ഇട്ട് മിക്സി. പ്രോൺ ചേർക്കണം. കുറച്ച് നേരം മൂടി വെച്ചിട്ട് വേവിക്കാം. 10 minutes. Keep close to the lid. The prawn roast is getting ready. Salty, spicy, garam, chili. മുട്ടയും കറി ഉണ്ടാക്കാൻ chicken potato curry making for breakfast. Bread curry. Chicken potato curry എല്ലാം കൂട്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് മസാലപ്പാക്കും. മുട്ടയും കറി ഉണ്ടാക്കാൻ ആവശ്യത്തിന് ഉപ്പിടുന്നു. കറിക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് സവാള മൂപ്പിക്കുന്നു. അടുത്ത കട്ടി വെച്ചിരിക്കുന്നു. ചിക്കൻ പൊട്ടറ്റോ കറിക്കെല്ലാം കൂട്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് മസാലപ്പാക്കുന്നു. മീറ്റ് മസാല കളറില്ല. കളറിന് വേണ്ടി കുറച്ച് എക്സ്ട്രാ കാശ്മീരി ചില്ലി പൗഡർ ആൻഡ് ടർമറിക് ഇതൊക്കെ ചേർത്ത് നോക്കിക്കും. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. pouring water and making gravy. Potato boiled and cut potato. Egg, boiled egg and potato mix. ഇതിലേക്ക് കുറച്ച് പാൽ, coconut milk or original milk, pouring more water. After boiling, you can add coconut milk or cow milk. ചക്കക്കുരുവിൻ്റെ തൊലി കളഞ്ഞിട്ട് ജാക്ക് ഫ്രൂട്ട് സീഡ്സ് റിമൂവ് സ്കിൻ, ഔട്ടർ 2 layers of skin. Again one more husk. അകത്തെ തൊലിയുടെ ശ്രദ്ധകളെ അതിനെ ചെറുതായിട്ട് കനം കുറച്ച് ഇങ്ങനെ അരിയും. ഈ വെള്ളത്തിൽ ഇട്ട് കഴുകിയെടുത്തിട്ട് കറി വെക്കാം. മേക്കിംഗ് തോരൻ കറി. അതിന് വെച്ചാൽ ചക്കക്കുരു ഒരു കുക്കറിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പും ഒക്കെ വെച്ച് പുഴുങ്ങിയെടുക്കുന്നു. കുറച്ച് വെള്ളത്തിൽ പുഴുങ്ങുന്നു. ഉപ്പ് ആവശ്യത്തിന് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അധികം വേണ്ട. ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് പെട്ടെന്ന് വേകാനായിട്ട് ഒരു കുക്കർ മൂടി വെച്ച് വേവിക്കുന്നു.
ഒരു വിസിലടിച്ച് കഴിയുമ്പോൾ തീ എടുത്തേക്ക് ചൂടായിട്ട് തോരനാക്കാം. ഒരു വിസിലടിച്ച് കഴിയുമ്പോൾ തീ എടുത്തേക്ക് ചൂടായിട്ട് ഓപ്പൺ ചെയ്യാം. ഒരു വഴിയുണ്ട്. ഇനി ഇത് കടുക് വറുത്ത് തോരൻ വെച്ച് തേങ്ങ ചല്ലിക്കാൻ വരാം. കടുക് പൊട്ടി ഉള്ളി ജാക്ക് ഫ്രൂട്ട് സീഡ് തോരൻ ഉണ്ടാക്കാം. ഒണിയൻ, കറിവേപ്പില, ചില്ലി ഇതൊക്കെ കൂട്ടിക്കുന്നു. ഉണ്ടായിരിക്കാനായിട്ട് ഗാർലിക്ക് കൂടി ചേർത്തിട്ടുണ്ട്. ഒരു അരിഞ്ഞ് പുഴുങ്ങിയാണ്, ഉപ്പിട്ട് പുഴുങ്ങിയാണ്. ഉള്ളി മുളക് മൂത്തപ്പം ഇതിലേക്ക് ചേർത്തിട്ട് കുക്കിങ്ങിൻ്റെ വെള്ളമൊക്കെ പറ്റിച്ചെടുക്കുന്നു. ഇതിൻ്റെ ആവിയൊക്കെ വന്ന് വെള്ളം പറ്റി. ഇനിയിപ്പോൾ തേങ്ങ ചരണ്ടി ഇടാം. തേങ്ങ ചരണ്ടി വെച്ച് മൂടി വെച്ചിട്ട് ആവി കോക്കനട്ട് ഗ്രേറ്റഡ് ആൻഡ് മിക്സിന്. ചക്കക്കുരു തോരൻ, ജാക്ക് ഫ്രൂട്ട് സീഡ് തോരൻ, കറി ഫോർ റൈസ് ഇസ് റെഡി. ചെമ്മീൻ ചമ്മന്തി, ചട്നി, പ്രോൺ റോസ്റ്റ്, ചെമ്മീൻ റോസ്റ്റ്, ജാക്ക് ഫ്രൂട്ട് സീഡ് കറി തോരൻ.